എടാ ഇത് ഷെയ്ക്കിനെ കളിയാക്കാൻ വേണ്ടി പറത ഇട്ടാന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അടിച്ച് അലക്കും. ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള ചെടികൾ മൊത്തം ഇവിടെ ഉണ്ട്. ഷെയ്ക്കിന് വഴി പഠിച്ചിട്ടില്ലേട്ടാ ഷെയ്ക്ക് ഇതുവരെ. നമ്മള് പുറത്തെത്തിയ പക്ഷെ ഇഷ്ടം പോലെ ആർപ്പി ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടോ. ഹലോ നിന്നെ കാണുന്നില്ല എനിക്ക് നിന്നെ കാണുന്നില്ല. ഹലോ ബ്രോ ഞാൻ വണ്ടി നീ ഇങ്ങനെയാണോ മറ്റേ ഇതിന് പോകാൻ വന്നേ? എടാ ഇത് ഷെയ്ക്കിനെ കളിയാക്കാൻ വേണ്ടി പറത ഇട്ടാന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അടിച്ച് അലക്കും. പിടിച്ച് നിന്നെ കുലിച്ചു നിർത്തും അവിടെ. ഒരു സംശയമില്ല. പിന്നല്ലാതെ പറതല്ലല്ലോടാ ഈ സാധനത്തിന് എന്തിനാ പേര് പറയുന്നത്? ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ചൊപ്പയാ ഇത്? ജുബ്ബയൊന്നുമല്ല. ജുബ്ബ ഇങ്ങനല്ല. ഇതിന് വേറെന്തോ പേര് പറയണേ. കന്തൂറ 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 അറബി ഇടുന്നേ. ഞാൻ കണ്ണ് ചിമ്മി. എടാ ഒരാൾ ഒരു വീട്ടിലത്തേക്ക് ഒരു കാര്യം പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ മാനേഴ്സിൽ പോവല്ലേ വേണ്ടുന്നത്? നല്ല മാനേഴ്സിലൊരു ഡ്രസ് ധരിച്ചിട്ട് വരാം. കണ്ട ജിമ്മ് ഞാൻ ഫൈനൽ ലുക്ക് കണ്ടാ ഗെറ്റ് റെഡി ബിറ്റ്. കണ്ണു ചിമ്മി തിരിച്ചിരിക്ക. ലൂസിയ മൈ തേർഡ് ലവ്. ലൂസിയല്ലേ ചത്തുപോയത്? ഹലോ കേക്കല്ല അവന്റെ കള്ളൻ. ചിലപ്പോ ഇത് കേക്കയുടെ കയ്യിലാണെങ്കിലോ ഫോണ്. കേക്കയുടെ കയ്യിലായിരിക്കും ഫോൺ. പറഞ്ഞോ കേക്ക്, എന്തു പറ്റി? ഹലോ ഫൈനൽ ലുക്ക് കാണിക്കട്ടെ? കാണിക്ക. ഇതുപോലെ കളിയാക്കിയിട്ടൊന്നല്ലേ? എടാ ഇത് അടി വാങ്ങിക്കാനാണ് നീ ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു ഗ്യാങ് ഹൗസ് ഇനാഗുറേഷൻ അന്ന് തന്നെ ഒരാളെ ഹോസ്റ്റേജ് ആക്കി അവര് അതിനകത്തിട്ട് കക്കൂസ് കഴിപ്പിക്കാൻ പോണേ. ഇത് യോയോ എന്നല്ല എഴുതിയേക്കുന്ന ഫക്യൂ എന്നാണ്. ആണോ? കന്നഡ കൊത്തില്ല, സോറി. ഇത് കന്നഡ അല്ലേ, ഇത് ഇംഗ്ലീഷ് അല്ലേ? അപ്പൊ ഇത് പ്ലക്യൂ എഴുതിയേ അണ്ണ. സോറി അണ്ണനെ റെസ്പെക്ട്. സോറി അണ്ണ, ഞാൻ പ്ലക്കണ ആളൊന്നല്ല. നീ പോയി മര്യാദക്ക് ഇടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡ്രസ് ഇട്ടുക. മര്യാദക്ക് ഇടാൻ പറ്റണ എന്തെങ്കിലും ഡ്രസ്. അപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഒരു പ്ലക്കലുണ്ട്, ഒരു വാറുണ്ട്. നമ്മൾ അണ്ണ എന്നെ വിളിക്കോ? പിന്നെ നിന്റെ നമ്പർ ഇപ്പൊ തന്നെ സേവ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, നമ്പർ അയച്ചാ. ഇങ്ങനത്തെ ഡ്രസ് ഒന്നും അപ്പൊ പറ്റൂലല്ലോ അണ്ണാ. മര്യാദക്ക് ഡ്രസ്സേ പറ്റുള്ളൂ. ഫോൺ ഓൺ ആക്ക്, ഞാൻ തരാം. FPS കൂടി. ഇപ്പൊ 297 FPS ആയേ. പറയടാ. ഫോൺ ഓൺ ആക്കൂ. ഓണാണോടാ ഫോൺ? അവ കത്തി പോയേട്ടാ. നല്ല കത്തലുള്ളവര് കുഴപ്പമില്ലടാ, സീനില്ല. ബുദ്ധിമുട്ടി ഇതാവണ്ട. എന്തോ കേട്ടില്ല. ഇതെന്തോ? ഹലോ അയ്യോ ഇത് ഗ്യാങ് ഹൗസാ? ഇത് പഞ്ചായത്ത്. വാ കേറ്. ഇത് വണ്ടി ഓടിച്ചാ നടന്നു കയറുന്ന ഇമ്പോസിബിൾ ആണ്. ഇവന്മാരല്ലേ സിറ്റിയിലുള്ള എല്ലാ റിസോർട്സും ഇവന്മാരെ എടുത്ത്. ഇതാണ് മെയിൻ റീസൺ സിറ്റി കട്ടി പോയത്. പോടാ, ഞാൻ വേറെ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്.
എടാ ഇവരൊക്കെ ഇങ്ങനത്തെ പ്രീമിയംസ് ഒക്കെ എടുത്ത് ഇതുപോലത്തെ ഇത് കൊണ്ടുവന്നിരുന്നോണ്ടാണ് സെർവർ റൺ ആവാനുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ആവുന്നത്, മനസ്സിലായ? അങ്ങനെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട് ഇതിനകത്ത്. സ്റ്റോപ്പ് ഇട്ടാ നമ്മൾ ആ, എടാ, സ്റ്റോപ്പ് കേറാ. എടാ ഇവനല്ലല്ലോ ആരെല്ലാം തുളത്ത് കയറ്. കേറി പിടിക്കാം. നീ എന്താ കുതിര റേസിന് പോണോടാ നീ? താടി വെച്ചണ്ണ ഇവന് താടി ഇല്ലായിരുന്നല്ലേ കഴിഞ്ഞ ആഴ്ച. അല്ല ഇത് മറ്റേ റിസ് ലുക്ക്. നമ്മുടെ ഒരു കുടുംബമൊക്കെ കാണാൻ പോകുമ്പോ ഒരു ഇതില് പോണ്ടേ, മാന്യത. നമ്മളെ പിള്ളേരെ ഒന്ന് 1 2 എന്നാ മൂന്നാമത്തെ വീഡിയോത്തിലാണ്. ഇല്ല ഞാൻ എനിക്ക് ഒന്നായതേ ഉള്ളൂ വീണ്ടും. രാമു ബ്രോ കേറിക്കോട്ടെ അകത്തോട്ട്. ഹലോ ഹലോ വാ. കേറിക്കോട്ടെ. വാ ആ ഉസ്മാൻ ആയിരുന്നു, ഞാൻ ഓർത്തു ജമാലും ആയിരുന്നു. ജമാല് വണ്ടിയിലല്ലേ? എടാ നിന്നെ അവനെ ഒന്നും തിരിച്ചറിയാൻ പറ്റണല്ലോ, മനസ്സിലായ? ആ അത് ജമാലു. അണ്ണനല്ലേ പിടിച്ചേ, മാറി പിടിച്ച്. ആ ഒരു പർദ്ദട്ട് കേറിയാലോ, ഫ്രീ യാത്ര. ഇത് എന്താ ഫുള്ളില്ല. ഇവിടെ പയ്യെ വാടാ പുറയിലെവിടെ ഓടിക്കുന്നേ? ഉമർ നമ്മളെയാണ് വെൽക്കം ആ കേറി അത് വെൽക്കം ഇവിടെ ഹാർട്ട് ഇട്ടത് ഇല്ലേ? ആണോ? നമ്മളെയാണോ? അല്ല ബ്രോ വണ്ടി എവിടെ നിർത്തുന്നു? ഇവിടെ ലെഫ്റ്റിലോ? ഓക്കെ. ഇവരെ പിടിച്ച് തല്ലിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ ചെല്ലുന്നു. എനിക്ക് എന്തോ ചെറിയ നാണക്കേടുണ്ട്. അയ്യോ ഇപ്പൊ റോജുബായ് ഉണ്ടാവില്ലേ, എന്നെ കണ്ടു പറയും നീലടാ അച്ഛനെ വിളിക്ക പറഞ്ഞു. ഡസ്റ്ററോ നമ്മളൊരു നല്ല പരിപാടിക്ക് വന്നതാണ്, മനസ്സിലായ? അതെ മുണ്ടാണോ എടുത്തേ? മുണ്ടാണോ എടുത്തേ? ഇവിടെ നല്ല കാറ്റല്ലേ അണ്ണാ? വെൽക്കം. ഹലോ പരിപാടിയൊക്കെ എന്തായി, എങ്ങനെ പോണു? ഞങ്ങക്കൊരു വാറും പ്രീ വാറും ഉണ്ടായിരുന്നു. അതാ TBS ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു, കഴിഞ്ഞിട്ട് വരാന്നുള്ള ഇതിലിരിക്കുവായിരുന്നു. നിങ്ങൾ ഈ വാസ്തുപ്രോ എന്നൊന്നും വിളിക്കുന്നത് വെച്ച് ഇതാക്കേണ്ട കേസ്. ഓൾറെഡി നിങ്ങൾക്കൊരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്കൊരു ഓഡിയൻസ് ബേസ് ഉണ്ട്. അപ്പൊ അതിൽ കുറെ പേർക്ക് അവർക്ക് അണ്ണാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ അതോട് കൺസിഡർ ചെയ്തിട്ടാ വിളിക്കണം. അങ്ങനെ എന്താ അതൊക്കെ അവർക്ക് ഇഷ്ടമല്ലേ? ഇല്ല എന്നെ ലോകത്തുള്ള എല്ലാരും എന്നെ അണ്ണാന്ന് വിളിക്കണോ? അതൊന്നും അങ്ങനെ ഒരു സാധനം ഇല്ല. ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. ഒരു ഗ്യാങ് കൊണ്ട് പറന്നു വരുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ടൊന്ന് പിടിച്ചു നിർത്തിയാ ഇവിടെ തൊട്ടടുത്ത് അണ്ണോന്റെ ഗ്യാങ് ഹൗസ് ഉണ്ടല്ലോ. മുമ്പിലെത്തി ഞാൻ പുറകെ വരുവാ. നിങ്ങൾ അടുത്ത ഏത് വണ്ടി ഏത് ഗ്യാങ്ങാ നോക്കി വെച്ചാൽ മനസ്സിലായടാ. ആ ഹൈ ഇത് കൊള്ളാലോ സെറ്റപ്പ്. ഇത് മറ്റേ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു മീറ്റിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്തതാ. കോളേജ് നൊസ്റ്റാൾജിയ പരിപാടി ഉണ്ടല്ലോ, അതുപോലെ സെറ്റ് ചെയ്തതാ. ശരിയാ ഇത് കൊള്ളാം. ഞാനോർത്ത് ഇതുവഴി വല്ല എൻട്രൻസ് വല്ല ഉണ്ടെന്ന്, അതാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഇല്ല രാജു ഭായ് രാജുഭായ് എന്തൊക്കെയുണ്ട് വിശേഷം? ഫുള്ളോട്ടം തന്നെ. പാലാച്ചേട്ടൻ 2 അടിച്ചൊക്കെ ഇരിക്കണേ. അടിച്ചിട്ടുണ്ട്. അടിക്കാതിരിക്കോ? അവിടെ ഉണ്ടെന്ന് തോന്നണം. സൗണ്ട് കേൾക്കപ്പോ നല്ലൊരു പറഞ്ഞു. ഞങ്ങള് വാറേണ്ടി വരുന്ന വഴിയാ. ഹലോ നീ ഫോണിലാണ്?
ഫില്ല് ചെയ്യണ ഏരിയ. ശരിക്കും ഈ ഫയല് ഇത് ഒപ്റ്റിമൈസ്ഡ് ആണോ ഇത്? ഒപ്റ്റിമൈസ്ഡാ. ആണല്ലേ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോഡ് വലിക്കും. ഇനി ഇവിടെ മറ്റേ ഗ്യാങ് ഓഫ് സ്പ്രീച്ച് ഒക്കെ വന്നാ എല്ലാരും മൂഞ്ചി. ഇല്ല, കംപ്രസ് ചെയ്ത് മാക്സിമം കംപ്രസ് ചെയ്തിട്ടാ ചെയ്ത്. ആണല്ലേ. ഇതിലെ പോവാ. എല്ലാത്തരം ചെടികളും ഉണ്ട് ഇവിടെ, കണ്ടാ. ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള ചെടികൾ മൊത്തം ഇവിടെ ഉണ്ട്. ഇവിടെ എത്ര സോളാർ കാണും? അതെന്താ ഇവിടെ സോളാർ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? പിന്നെ എങ്ങനെ ഇവിടെ കറണ്ട് ബില്ല് താങ്ങോ? ഇത്ര ലൈറ്റ് ഒക്കെ. ഇത്രയും മെമ്പേഴ്സ് ഇല്ലടാ, അവര് പണിയെടുക്കുന്നില്ലേ? ഞാനും ഈ KCB ആയാലും അല്ലേക്കാം. ഇതെന്താ പിള്ളേര് 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 ഹലോ? ഹലോ തൂണിനകത്ത് പോയത് ആരാ രക്ഷിക്കണേ? ഹലോ, കേറി അടിച്ചാതി പ്രശ്നമില്ല. ഈ അടി എന്താ പ്രശ്നം എന്താ? ഒരു പ്രശ്നമില്ല, കേറി അടിച്ചാതി. പിള്ളേരുടെ അടുത്ത് പോലെ തൂണിനെന്തോ ടെക്സ്ചർ ഉണ്ട് കേട്ടാ. ചെറിയ ചെറിയ ബഗ്ഗുകളുണ്ട്. ഇഷ്ടപ്പെട്ടോടാ? ഫിക്സ് ആവുള്ളൂ. ഒരു ബഗ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അടുത്ത് കണ്ടുപിടിക്കട്ടെ. അല്ല, ഇത് ഓൾറെഡി നമ്മളെ കിട്ടിയതാ. ആഷ് ബ്രൂട്ടിലൊന്നില്ലേ? ഇല്ല, അവൻ ഇല്ലായിരുന്നു, അവൻ വന്നില്ല, സിറ്റി വന്നില്ല. ഇതിൽ എങ്ങോട്ട് പോവാ? ശേഖേ, ഇത് ജമാലു, ഇത് നമ്മുടെ ജമാലു ഒന്ന് വന്നടാ. അറിയാം, ജമാലുനെ അറിയാം. ഇത് അവൻ നമ്മുടെ കൂടെ വരുവാന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു. ഇവ ഇതിനു മുമ്പ് ഇതിനകത്ത് കയറിയായിരുന്നോ? എപ്പോഴും ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈമാ കേറണ. ഞാൻ കത്തി. കാട്ടാക്കട ജമാല് ഫേമസ് അല്ലേ, നമുക്കറിയാം. ഓ, നിന്റെ ഫുൾ നെയിം അങ്ങനെയായിരുന്നല്ലേ? എനിക്ക് പോലും പറഞ്ഞൂടായിരുന്നു. നിന്റെ ഫുൾ നെയിം കാട്ടാക്കട ജമാലു എന്നാണോ? അണ്ണൻ ജോക്കിന്റെ അടുത്ത് നിന്നെ ഊക്കി ഓർമ്മല്ല? ഓർമ്മയുണ്ട്, ഇപ്പൊ ഓർമ്മ. അണ്ണ ഊക്കുന്നത് അണ്ണ മറക്കുന്നു. കാട്ടാക്കട എവിടാ? കാട്ടാക്കട എവിടെയാന്നോ? അങ്ങനെ വെക്കരുത്. ഏബിളെ പെറ്റ തന്തനെ ഞാൻ മറന്നതാ. അടി ശരിയാവും ശരിയാവും. ഈ അടിച്ച് ശരിയാണോ? അല്ല സോറി, പെറ്റ അമ്മ. ശരിയാവുന്നുണ്ടല്ലേ എന്തിനെ പറ്റി? അത് അങ്ങനെ ഒരു ഇത്. പറയാതെ അയ്യോ, ഇപ്പഴേ സത്യം പറയാലോ. പറ ശരി. ജോക്കി വന്നില്ലേ? ഇല്ല, കണ്ടില്ല. ജോക്കി ഇന്ന് വന്നില്ല, ജോക്കി ഇന്ന് സിറ്റി വന്നില്ലായിരുന്നു മൊത്തത്തില്. ഹലോ, ഇത് ഹെലിപാഡ് ഞങ്ങളെ ഗ്യാങ് ഹെലി റെഡി ആയിട്ടില്ല. ഓഹോ, ഇത് ഇങ്ങനെ മേലെ ഓപ്പൺ ആവും. ഓ, അത് കൊള്ളാം കേട്ടാ. അതെങ്ങനെ ജസ്റ്റ് ഇത് കൊണ്ടുവരുമ്പോ തന്നെ ഓപ്പൺ ആവും അതോ? അതെ, അതിന്റെ അടുത്ത് എത്തി. അത് ക്ലോസ് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗേറ്റ് ഓപ്പൺ ആവൂല. പക്ഷെ ചില സമയത്ത് ഗേറ്റിന് ബഗ് ഉണ്ടാവും. അതുപോലെ ഈ സാധനം ഹെലി ആവുമ്പോ തട്ടി നിൽക്കും എന്നുള്ളത് നോക്കിയാൽ മാത്രമാണ്. അത് ചിലപ്പോ നോക്കണ്ടായിരുന്നു. ഇത് കൊള്ളാം, പക്ഷെ ആ സാധനം കൊള്ളാം. അത് കൊള്ളാല്ലേ? ഗ്യാങ് ഹൗസിലുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലടാ. അത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ തട്ടി ഹെലി പൊട്ടില്ല. ചില സമയത്ത് ഡോർ ഓട്ടോമേഷൻ ആണെങ്കിൽ പോലും ചില സമയത്ത് തുറക്കും അടക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തോ ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ വാറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചാണ് ലേറ്റ് ആയി പോയത്. നേരത്തെ വന്നപ്പോ PvP സിറ്റുവേഷൻ ഹോൾഡ് എന്ന് പറഞ്ഞ് ഇട്ടായിരുന്നു. അപ്പൊ ഹോൾഡ് ആണെങ്കിൽ പിന്നെ നേരത്തെ വന്നിട്ട് കത്തിപ്പോയനെ ആണല്ലേ. ബാബു ഉണ്ടായിരുന്നു സിറ്റിയിൽ. അപ്പൊ ബാബുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇത് വന്നത്. കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പൊ തീർന്നേ ഉണ്ട് ഇവിടെ. റാമ്പ് ഒന്നും വിടുന്നില്ല ബ്രോ. എടാ, റാമ്പ് ഒക്കെ വെളിയിൽ പോലും എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ച ആൾക്കാരാ, മനസ്സിലായ? ഇല്ല അവിടാ. എടാ, അതവർക്ക് ഈ RP-ക്കകത്ത് വരുമ്പോ ഗ്യാങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് മനസ്സിലായ? പിന്നെ വേറെ മാക്ക് പോയി കത്തി മൊത്തത്തോടെ കത്തി. മാക്ക് കത്തിപ്പോയ മൊത്തം പോയി. KCB കൊണ്ടുപോയി. കൊച്ചിനെ ഏത് പെൺകൊച്ചിനെ? വേറെന്താ പണി തന്നെ? എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത്. ഒരു ഡൈനിങ് ഹാള്, പുറത്തെ കിച്ചണും. സൗണ്ട് ഷൗട്ടൊക്കെ
ഓപ്പൺ കിച്ചൺ. ഭയങ്കരല്ല. അയ്യോ അവരകത്ത് ഇറട്ടത് തുറക്കാം. അണ്ണാ പയം അണ്ണാ പഴോ ആസ് എ ടിവി ഫാൻ ഇൻ എക്സലന്റ് സിറ്റി ദ ന്യൂ ബെസ്റ്റ് ഗാംഗോസ് ഈസ് MRC. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളല്ലേ. ആ പറ അടുത്തെങ്ങോട്ടോ ഇതിലങ്ങോട്ട് എന്തോ റീഡിംഗ് റൂം ചുമ്മാ പേരിട്ടേ ഉള്ളൂ, ആരും വരില്ല. വായനാശീലമൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള പരിപാടിയല്ലേ. എന്തിനു പറയുന്നത്? ആ അതും കൂടെ എന്റെ തലയിൽ. നമ്മുടെ ഗോകുവിന്റെ ഒരു ബുക്ക് ഉണ്ട് 101 കുണ്ണത്തരങ്ങൾ, അതോടൊന്ന് വെക്കണം. ഹലോ ഞാൻ ഇല്ലാത്തപ്പോ എന്നെ കുറിച്ച് കൊണ്ടുതന്നെ പറഞ്ഞു കിട്ടും. അതെന്താ നേരെ വന്ന അള്ളാ തീ പോലെ കത്ത് എന്ന് പറഞ്ഞേക്കെ നടുക്കൂടെ പറഞ്ഞേ. ആണോ കുഞ്ഞു പോവാ തീ പോലെ അണ്ണാ അണ്ണാ ആ കത്തല ഞാൻ കുഞ്ഞു ആ, കുഞ്ഞ് ഞാൻ. എല്ലാരും കുഞ്ഞു പിന്നീട് നേരെ പോയാൽ മതി. ഏത് മീറ്റിംഗ് ഏരിയ മറ്റേതോ ഇത് കൊള്ളാടാ, ഇത് നോക്കടാ, ഇത് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു മീൻസ് കളർ വൈസ് കുറച്ച് ഇത് കുറവാണെന്നുള്ളു, പക്ഷെ എനിക്ക് ഇതുണ്ടോ ആ ഇതിപ്പോ ഹോസ്റ്റേജ് എടുത്താലേ ഓരോ ടൈം കഴിയുമല്ലോ ഉള്ളിൽ എത്തുമ്പോ. ഹോസ്റ്റേജിന്റെ ശരിയാ 15 തീരും. ഹലോ എടാ പക്ഷെ നിങ്ങൾ കണ്ടാ നമുക്ക് ഇല്ലാത്തൊരു കാര്യം എന്താന്ന് പറയട്ടെ, നമുക്ക് ഇതുപോലെ മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് ഇതാക്കാൻ പറ്റിയ ഒരു പ്രോപ്പർ സ്പേസ് നമ്മുടെ ഗ്യാങ് ഹൗസിലില്ല. മനസ്സിലായ? ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഏതോ ഒരു ടെമ്പററി ഗ്യാങ് ഹൗസിൽ ഏതോ ഒരെണ്ണത്തിലുണ്ടായിരുന്നല്ലോ. ഇത് ഏതിലായിരുന്നു ഇതിനകത്ത് ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ കൊണ്ടുവന്നേ? പിയോണിലാണെന്ന് തോന്നുന്നു നമ്മൾ ഇതുപോലെ സാധനം കൊണ്ടുവന്നല്ലേ. അല്ല പക്ഷെ ഇപ്പൊ നമ്മുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ലടാ. നമുക്ക് ഇപ്പം നമ്മുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. എന്നുവെച്ചാൽ ഇതേപോലെ ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്പേസ് നമുക്ക് ഇല്ലല്ലോ ഇപ്പം. എക്സ്റ്റൻഷനിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഏരിയ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണം സത്യം പറഞ്ഞ. T47 ഉണ്ടെന്നോ? ആ എനിക്ക് അറിഞ്ഞൂടല്ലേ. T47 ഞാൻ അങ്ങനെ കണ്ടില്ല. ചൂട് ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്തില്ല. അതാ ഫുള്ള് സിന്ധുവാടാ. ചൂട് കത്തി ഞാൻ പക്ഷെ ഇതിനകത്തോട്ടുള്ള വെളിയിലോട്ടുള്ള തീയും കായക്കും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് ടോർച്ചർ റൂം ആയിരിക്കും കേട്ടാ. ആണാ വെള്ളവും മുഖ്യം തോന്നുന്നു. ബട്ട് നമ്മുടെ മീറ്റിംഗ് ഏരിയ ഹാസ് ഡിഫറെന്റ് ഓറാണ്. പിന്നെ ഇവർക്ക് കൊടുക്കണ്ടേ? ഓ ഈ സൈഡിൽ കൂടെ നീ താഴോട്ട് എല്ലായിടത്തും തീ ഉണ്ടല്ലേ. ഗോകുക്ക് ഉടനെ വരാനുള്ളത് ഇവിടെ. നോക്കി വെച്ചോ. തിരിച്ചിറങ്ങാനുള്ള വഴിയൊക്കെ പഠിച്ചു വെച്ചോ. അടുത്ത ഹോസ്റ്റേജ് ഞാൻ പറയാം കേസ്, ഒന്നെങ്കിൽ കണ്ണാപ്പി അല്ലെങ്കിൽ ഗോകു, ഇവർ രണ്ടിലായാലും ഒരാളാ. പക്ഷെ ഇത് കാണുമ്പോ മറ്റേ ടെമ്പിൾ റണ്ണിന്റെ ഒരു ആംബിയൻസ് ഇല്ലേ നിങ്ങൾക്ക്? ടെമ്പിൾ റണ്ണിന്റെ മറ്റേ പഴയ തീവില്ലേ, ആ ഒരു ആംബിയൻസ് ഇല്ലേ? ലെഫ്റ്റിലോട്ട് വേറെ വഴി. എനിക്ക് തോന്നുന്നു ഇവർക്ക് വഴി തെറ്റി പോവാടാ മുന്നോട്ട്. ഇവരും വഴി അറിയാം ബ്രോ. ഇവർക്കും അറിയത്തില്ല. ഇവർക്ക് അറിയത്തില്ല. GPS ഉണ്ടോ? ഗൂഗിൾ അമ്മച്ചോട് ചോദിക്കാം. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് അവിടുത്തെ ചായക്കടക്കാരൻ പറഞ്ഞത്. ലൂപ്പായി ഇത്. ഇപ്പൊ കാർഡി പോയി, വാറും കഴിഞ്ഞ് കാർഡി പോയി. ഇവന്മാരെ ചുറ്റി കാണാൻ പറയാം. ഫുള്ള് ഓടാൻ പറയാം. 20 അങ്ങനെ കത്തിപ്പോയാൽ തിരിച്ചങ്ങനെ ഇറങ്ങി പോയി. എനിക്കൂല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കേസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ് ആർപ്പിക്കകത്ത് തന്നെ സംസാരിക്കാൻ ഈ മടിയാണെങ്കിൽ റിയൽ ലൈഫിൽ കാണുമ്പോ എന്തായിരിക്കും? ഇതായിരുന്നു KVA versus TVA. താങ്ക് യു. ഒരെണ്ണം തോന്നുന്നു. ആ ഫുഡ് കൊടുത്തിട്ട്
ഒരുപാട് വലുപ്പമായി ഗ്യാങ് ഹൗസ്. ആ എടാ അത് ചില ആൾക്കാർക്ക് ചിലർക്ക് അങ്ങനെ ഇപ്പൊ ഈ ഷെയ്ക്കിന്റെ കോൺസെപ്റ്റുകളൊക്കെ കണ്ടിട്ടില്ലേ? പുള്ളി എല്ലാം മറ്റേ ഐലൻഡ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണല്ലോ ആദ്യം സിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാ 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 ഉദ്ദേശിച്ചേ? ഇതൊക്കെയോ? ട്രൈ ചെയ്തോട്ടെ പിന്നെ ഇതെല്ലാം എല്ലാം പൊട്ടും. ട്രൈ ചെയ്തോട്ടെ അടങ്ങിയിരി. മാറ്റി ഇത് ടോർച്ചർ റൂമാ. ഫുള്ള് പണി തീർന്നിട്ടില്ല, കുറച്ചുകൂടി ഇതിന്റെ പണി തീർക്കാണ്ടത്. ഓ മനസ്സിലായി. പണിയെടുപ്പിച്ചോണ്ടിരിക്കുന്നുള്ളത്. കക്കൂസ് വെച്ചില്ലല്ലോ ഇതിനകത്ത്. അതെ അതാ അതാണ് പിന്നെ മേലെ റൂം വലിയൊരു കുഴപ്പമില്ല. ഇല്ലെങ്കിലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അത് ഭയങ്കര ഒരു ടോർച്ചറിങ് പോലെ ആവും. നമ്മള് കുറച്ച് നമ്മള് ഹോസ്റ്റേജ് എടുത്ത് നമ്മളങ്ങനെ ഇതാക്കാറില്ല സാധാരണ. നമുക്ക് കിട്ടാണല്ലോ, ഞങ്ങൾക്ക് കിട്ടാണല്ലോ ഷെയ്ക്കാതെ. ടോർച്ചർ ആളെ കൊണ്ടുവരുമ്പോ തന്നെ പകുതി സമയം കഴിയും. നമുക്ക് കിട്ടാണല്ലോ മച്ചമ്പി. അതാണ് ഒരു പ്രശ്നം. ഒരു ലിഫ്റ്റ് വെച്ച കളായിരുന്നു. ഉണ്ട്, വേറെ വഴി ഉണ്ട്. ഈ മേലൊക്കെ പെട്ടെന്ന് പോയുള്ള വേറെ വഴി ഉണ്ട്. നമുക്ക് ഇറങ്ങുമ്പോ അതിൽ ഇറങ്ങാം. ഇത് ടോർച്ചർ റൂമാ. അയ്യോ ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു ചേട്ടാ. ഞാൻ വെറുതെ ചുമ്മാ ഷെയ്ക്കിന്റെ ചാറ്റത് എടുത്തു നോക്കി ചേട്ടാ. വെറുതെ ഷെയ്ക്കിന്റെ ചാറ്റത് എടുത്ത് വെച്ചപ്പോ വാസു എന്ന് വിളിച്ചാ മതി, അത് മതി. വാസു എന്ന് വിളിക്കണം. എന്റെ ആളിയാ ക്ലോസ് ചെയ്തേക്കാം. ഇല്ല ഇല്ല. നമുക്ക് അങ്ങോട്ട് പോയാലേ സ്വാമികളൊക്കെ സ്വാമിയല്ല പ്രേമ നരേഷൻ കിട്ടിയാളാ. പിള്ളേരാണ് മൊത്തം അറിയാടാ. എനിക്കറിയാം കുറെ പേര്. ഞാൻ പറഞ്ഞു എനിക്ക് ഫേക്ക് അക്കൗണ്ട് കുറെ മെസ്സേജ് വരുമ്പോഴെല്ലാം അവന്മാരെ ഉള്ളതെല്ലാം നമ്മള് സംസാരിച്ച് ലാസ്റ്റ് വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോ എല്ലാം കൊച്ചു പിള്ളേരാ. അത് എല്ലാരും എന്നല്ല, കൂടുതലുണ്ട്, കുറച്ച് അധികം കൂടുതലുണ്ട്. നമ്മൾ പറഞ്ഞില്ല ഇവര് ഗ്യാങ് തുടങ്ങിയതല്ലേ ഉള്ളു. അവർക്ക് തൊപ്പിക്ക് കൂടുതലും ആ ഒരു ജെൻസി ഓഡിയൻസ് ആയിരുന്നല്ലോ അവിടെ. അപ്പൊ അത് അവരായിരിക്കും ആർപ്പി കാണുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, നല്ലതാണ്. എനിക്ക് ഒരു വിധത്തില് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓഡിയൻസ് ആവും അത് കേട്ടോ. മനസ്സിലായോ? അമ്മമാരിന് വളരുമ്പോഴും നിങ്ങള് ചെറിയ പ്രായമായിരുന്നപ്പോ കണ്ടോണ്ടിരുന്നല്ലേ നമ്മുടെ ഇതിന് മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ 14-15 വയസ്സുള്ളപ്പോ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് 20 വയസ്സായി. എന്റെ ഗേൾ ഫ്രണ്ട് എവിടെടാ? എങ്ങോട്ടാ അവര് പോയത്? ഹലോ എനിക്ക് പറഞ്ഞോളൂ. ഷെയ്ക്ക് വഴി പഠിച്ചിട്ടില്ല കേട്ടോ ഷെയ്ക്ക് ഇതുവരെ. ഇല്ല, അത് ഇത് കണ്ടു തീരുമ്പോ കുറച്ച് ഓടിപ്പോണോ നടത്തുന്ന നാളെ അത് ആ മിസൈല് മാത്രല്ല. ഞാൻ മാറ്റാണ് മുടിയെല്ലാം പോയി. മാഡ് മാർട്രോക്കോ എന്തുണ്ട് വിശേഷം? സുഖം. എന്ന് കണ്ടാ ബ്രോ, കൊറേ കാലമായില്ലേ കണ്ടില്ലേ? ഞാൻ 4 മാസമായി സിറ്റി കേട്ട്. അത് ശരി. ഇത് ആരാ മനസ്സിലായ? ഇത് റോക്ക് സൂട്ടിന്റെ ഓണറാണ്. ഇതാ ഈ പുള്ളി. റോക്ക് സൂട്ടിന്റെ ഓണർ ഈ പുള്ളി. ഹലോ, റോക്ക് സൂട്ട് ഐലാൻഡിന്റെ ശരിക്കും പുള്ളിയാണ് നമുക്ക് ഇവിടെ യുദ്ധം ചെയ്യാനുള്ള സ്ഥലമൊക്കെ. പേരെന്താ? ഹലോ, എന്റെ പേര് മാറ്റ്. ബ്രോ ഞാൻ ലാസ്റ്റ് ആടുന്ന ഒരു കുട്ടിനെ പ്രപ്പോസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തില്ല. അതെ, ഞാൻ എന്റെ മാട്രിമോണിയോ അല്ല, പ്രകൃതി ഒക്കെ ഇഷ്ടപ്പെട്ടില്ല. ബീച്ചാണ് ഇഷ്ടം. നമുക്ക് അവിടെ വൈൻവുഡ് അടുത്ത ബീച്ചിൽ അടി നടക്കണ ഐലൻഡിന്റെ ഓണർ. ബ്രോ നൈസ് ടു മീറ്റ് യു. സുഖാണോ? സുഖം. നമ്മൾ ആദ്യമായിട്ടോ മീറ്റ് ചെയ്യുന്നത്? ആ അതെ. എനിക്ക് ഇങ്ങനെ ഒരു ഓണർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ പോയിട്ട് ഇതെന്തിരി പിന്നെ ഇവിടെ നമ്മള് പുറത്തെത്തിയ അത് കൊള്ളാം കേട്ടാ. ഹോസ്റ്റേജ് ആയിട്ട് വരുന്നവരെ പിന്നാമ്പുറത്തൂടെ വിടാക്കി. അതെ, ഇതിനെ കൊണ്ടുവന്നാ മതി. ഈ സൈഡ് കൂടി ഉള്ളു കൂടി കൊണ്ടുപോകുന്നില്ല. കൊള്ളാം.
ആറ് പറ്റ XT all down. XT versus GNR. നമ്മളെ പിന്നെ പുറത്ത് ഇറക്കി വിട്ടു കേട്ടോ. എടാ നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നാടാ. ഇവിടെ രാത്രിയാ രസം ഗ്രൗണ്ട് ഫ്ലോർ അല്ല രാത്രിയാ രസം ഇതിലോ പാർട്ടി 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 പുനലൂര് തൂക്കുപോലം. ഇവിടെ യുകെയുടെ ഗ്യാങ്സിലൊക്കെ നടന്നു കയറാൻ പറ്റുമോ? രാജുഭായി ഇവിടുന്ന് രാജുഭായും ഗോവും കൂടി ഇപ്പൊ അടിയാവുന്ന തോന്നുന്നു കേട്ടാ ഷേക്ക്. ഇല്ലടാ നമ്മളെ അടിയൊന്നുമില്ല. നടന്ന് അയ്യാറില് വീർത്തിയാൻ കീഴക്കി വയ്യ ക്യാരക്ടറൊന്നും വയ്യ മുടന്തിയൊക്കെ നോക്ക്. ആ പക്ഷെ ഇഷ്ടം പോലെ ആർപി ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടോ? അടിക്കാനുള്ള പിന്നല്ലാതെ ഇന്ന സാധനമില്ല, നാളെ തൊട്ടേ സ്റ്റോക്ക് സ്റ്റോക്കില്ല. അണ്ണാ എനിക്കൊരു whisky. വിസ്കിയുടെ ഗ്ലാസ് പിടിക്കാനുള്ള ആവത് നിനക്കില്ല. വസുബ്രോ ഞാൻ നേരത്തെ കാര്യം ചോദിച്ചില്ലേ നാഷ് ബ്രൂട്ടൽ അന്നാറ് ഇവിടെ കുത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ടോ? അവനിവിടെ എറണാകുളത്തുണ്ടോ? ഇല്ല ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് എത്തിയോ? അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയത്തില്ല, ഇതാ ഇറങ്ങാൻ പറഞ്ഞു. രാജുഭായിക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എപ്പോഴും ഞാൻ രാജുഭായിട്ടൊക്കെ പണ്ട് ഭയങ്കര അപരാധമായിരുന്നു, മനസ്സിലായ. പക്ഷെ MRC കയറിയതിനു ശേഷം ഞാൻ രാജുഭായി ഒന്നും സിറ്റുവേഷനിൽ അപരാധിച്ചിട്ടില്ല. അതിന്റെ കാരണം പുള്ളിയൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട്, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. നമ്മൾ MRC സിറ്റുവേഷൻ ആയതിന്റെ അടുത്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴും പുള്ളി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ പുള്ളി ഒന്നും ഇതിട്ട് അങ്ങനെ അപരാധിച്ചിട്ടില്ല. പണ്ട് അപരാധിച്ചിട്ടുണ്ട്. പണ്ട് രാജുഭായൊക്കെ വെച്ച് വിളിക്കുമായിരുന്നു, ഞാൻ തിരിച്ചും അങ്ങുവാനും വിളിക്കും. അങ്ങനെയായിരുന്നു. എല്ലാരും ഫ്രണ്ടിൽ പോയോ? ബാലന്റെ ചങ്ക. ബാലന്റെ ചങ്ക രായോ ചുറ്റി കാണണ്ടേ? കാണാനുള്ള അപ്പൊ കാണാടി കാണാം. അല്ല നമ്പര് അല്ലേ ഗ്യാങ്സ് കാണാം. അത് തന്നെ ഒരു തരാം. ഹലോ സൈറസ് എവിടെ? ഫ്രണ്ടിലെത്തിയാ? തൊപ്പിക്കാരനാണ്. ഒരാളെ കൊണ്ട് ഒരു പോക്ക് പോയതാ, ഇനി വരുവോ വരൂലോ ഒന്നും അറിയില്ല. ചെലപ്പോ ഇനി ഒരു കല്ല് കഴിഞ്ഞിട്ടൊക്കെ ചെലപ്പോ വരും. അതുകൊണ്ടൊരു ഒരു ഓർമ്മക്കാട് നിന്നോട്ടേ വെച്ച് മാല ഇട്ടിട്ടില്ല, നോക്കിട്ട് വന്നാ ഇടാൻ പറ്റൂലല്ലോ. അപ്പൊ കുറച്ച് ദിവസം നാട് വിട്ടു പോയതല്ലേ? ചത്തിട്ടൊന്നുമില്ല. നാട് വിട്ടതാ. അത് രാവിലെ ഉണ്ടാവുള്ളൂ, രാത്രി പറക്കൂല. പൂന്തോട്ടായതുകൊണ്ട്. പേരും കൂടി ഇടാവുള്ളായിരുന്നു. എടാ ഞാൻ സത്യം പറയാം, സീരിയസ് ആയിട്ട് ഞാൻ വേറെ നല്ലതും ചീത്തയോ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാ ഇത് നാളെ ഓരോരുത്തർ കട്ട് ചെയ്ത് റിയാക്ഷൻ, ഈഗിളുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഇടുന്ന സമയത്ത് ഒരു ഹെയ്റ്റ് ഉണ്ടാവുന്ന വെച്ചാൽ ഞാൻ ഒന്നും പറയാം, നല്ലതാണെന്ന് പറഞ്ഞാലും ചീത്തയാന്ന് പറഞ്ഞാലും അതിന്റെ കമന്റ് സെക്ഷനിൽ എന്നെ അവരായിരിക്കും കുറെ പേരുണ്ടാവും, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത, ഞാൻ ഒന്നും വേണ്ടാത്ത. ഞാൻ അവരുടെ ഇഷ്ടത്തിന് പണിത ഗ്യാങ് ഹൗസ് ആയത്. നമ്മുടെ അഭിപ്രായം അല്ലല്ലോ നോക്കണ്ടേ, അവരുടെ കംഫർട്ടബിൾ, അവരുടെ ഇഷ്ടം. ഞാൻ ഒറ്റത്തണ്ടക്ക് പറഞ്ഞ ഒറ്റക്ക ഇത് ഫുള്ള് കണ്ട നിങ്ങൾ കണ്ട മറ്റേ ആ ഒരു ഷേക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് പുറത്തെ ഹുക്ക, മറ്റേ ഈ അറബ് വീടുകളിലൊക്കെ നിങ്ങൾ ചെന്നാൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ സ്പോട്സ്. ഇതിനെന്തോ ഒരു പേര് പറയാം, എനിക്ക് അറിയാൻ മറന്നുപോയി. ഇത് എന്തോ
ഫുള്ളൊരു അറബിക് ടച്ച് അങ്ങനത്തെ ഒരു സാധനം. മജ്ലിസ് ഇതാണോ മജ്ലിസ്? ഇത് മജ്ലിസ് ഇത് തന്നെയാണോ പറയണേ? ആണോ മജ്ലിസ് ഇത് തന്നെയാണോ മജ്ലിസ്? ഈ ഇതിന്റെ പേര് മജ്ലിസ് എന്നാണോ? മജ്ലിസ് അതെ. ആ അതെ അതെ മജ്ലിസ്. ഷെയ്ഖിനെ കൊണ്ട് സംസാരിപ്പിക്കുക, ആറ്റിറ്റ്യൂഡ് മാറ്റി പിടിക്കാൻ പറ. ബി കൂൾ എന്ന് പറ ബ്രോ. ഒന്നോ ബ്രോ ഇല്ല പോട്ടെ ബ്രോ. എന്റെ അടുത്താണോ? ഇത്രയും താടി ചില്ല മച്ചാ, എല്ലാരും ചില്ല്. പുള്ളി പെട്ടെന്ന ഇത് വെച്ചാണോ ബ്രോ താടി? ഞങ്ങളെ ട്രസ്റ്റ് ഇല്ലേ, പിന്നെന്തിനാ ചോദിച്ചെന്നോ? നീയൊക്കെ കള്ളനാടാ. ഹലോ, ഇതാണല്ലേ അപ്പൊ ഓവറോൾ ഗ്യാങ് ഹൗസ്? അതെ അതെ അതെ. പിന്നെ ഞാൻ മേലെ ഗ്യാങ് ഹൗസിന്റെ മേലെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. അത് ബെഡ്റൂം ആകെ 2 ബെഡ്റൂം ഉള്ളു. എല്ലാരും അയിമാട്ടിട്ട് കിടക്കാന്ന് എഴുതിട്ടേ. കൊള്ളാം, വീട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു അറബിക് ടച്ചിലാ ഫുള്ള് ചെയ്തേക്കുന്നല്ലേ? അങ്ങനത്തെ ഒരു സാധനമാണ്. ഇവിടെ മറ്റേ ഇതൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞേട്ടാ, മറ്റേ ഗ്യാങ് ഹൗസിൽ കയറി അടിയൊക്കെ വരുന്നുണ്ടെന്നാ അറിഞ്ഞത്. ആണോ? റീച്ചിങ് ഒക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. നന്നായി. അതിനുള്ള സാധനം ഫ്രണ്ടിലുണ്ട്. അതിനുള്ള സാധനം അതിനുള്ള എന്തായാലും ഉണ്ട്. അപ്പൊ എന്തായാലും ഷെയ്ഖ്, റാംബോ, രാജുഭായി ഞങ്ങളെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വന്നതിന് എന്തായാലും നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങള് ലേറ്റ് ആയത് ആ ഒരു 6-ഉം പ്രിയോറും ഒക്കെ ഉള്ളതുകൊണ്ടാ. അപ്പൊ നടക്കട്ടെ എല്ലാം. നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തല്ലുകൂടാ. തീർച്ചയായിട്ടും. അതുവരെയും അടുത്ത തന്തിക്കുള്ളി ആവുന്നത് വരെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് എടുക്കാം. നിങ്ങൾ ഒക്കെ ആവുമ്പോ പറഞ്ഞാൽ നമ്മള് അവിടെ ഉണ്ടാവും. റാംബോ തട്ടിക്കറ്റി വെച്ചാൽ തിരിച്ചുവിടും. ഇവിടെ ഇറങ്ങി വേണം. റാംബോ പറഞ്ഞിട്ട് റാംബോ എന്നെ കൊണ്ടുപോയില്ലേ? ഉള്ളിലുണ്ട്, അതാ പിടിച്ചു വെച്ചേക്കുവാ. ഇവിടെ നീ കഴിഞ്ഞിട്ട് കുറച്ച് ഇന്നത്തെ ദിവസം ഇവിടെ ഉറങ്ങിക്കോ, കുഴപ്പമില്ല. ഇന്നിവിടെ എസ്കോട്ട് അടിച്ചു. ഓക്കെ, നിങ്ങള് ഫുഡ് കഴിച്ചില്ലേ? അപ്പൊ ശരിക്കും ഞങ്ങൾ നിങ്ങളുടെ പരിപാടിയൊക്കെ നടക്കട്ടെ കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ഞങ്ങളെ വിളിച്ചതിനും ഒരുപാട് താങ്ക് യു ഷെയ്ഖ്. ഓൾ ദി ബെസ്റ്റ്. നടക്കട്ടെ അല്ലേ? ഞങ്ങൾ പോയിട്ട് നമ്മുടെ വണ്ടി എവിടെ? സിറ്റ് ആ ജൂഡിന് നൈസായിട്ട് എങ്ങനെയും ഊരി എടുക്കേ. ആ മുമ്പേ നമ്മളൊരു തീയുള്ള റൂമിൽ കൊണ്ടുപോയില്ലേ, അങ്ങോട്ട് കൊണ്ടുപോയേ. അവനിപ്പോ അങ്ങോട്ട് കൊണ്ടുപോകും. അവനിപ്പോ ഗ്രില്ലാക്കും അവര് കൊണ്ടുപോകും. ജൂഡിനെ കിട്ടിയോ? ഹലോ ആ മീറ്റ് മൈ ഫ്രണ്ട്. പേരെന്താ? പേര് എടാ നീ പറഞ്ഞിട്ട് വന്നാലും നിന്റെ നാക്ക് തുറന്നാ നിന്നെ കണ്ടുപിടിക്കും ആളെ. നീ വാ തുറന്നാ നിന്നെ കണ്ടുപിടിക്കും. മാമന് തൈറോയിഡോ ഇല്ല? എടാ വാ 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 എല്ലാരും വാ. അധികം ഇവിടെ നിൽക്കില്ലേ? നീയൊക്കെ ഇവിടെ അധികം നിക്കുന്നത് തന്നെ എനിക്ക് പേടിയാ. വാ. ആ നമ്മൾ നിന്നെ എനിക്ക് ഏറ്റവും പേടി. എന്താ ദേഷ്യം ഇലക്ഷൻ നിനക്ക് എന്നോട്? എല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെ. ഫ്ലഫി എണ്ണാ ഞാൻ കണ്ടില്ല. ഫ്ലഫി ചെയ്തോ എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് ചെയ്തോ ഫ്ലഫിയുടെ ഇതുപോലും എനിക്ക് ഓർമ്മ ഇതിനകത്തില്ല. ഇവന്റെ പുതിയ ക്യാരക്ടറാണ്, ഞാൻ കണ്ടില്ല. ഞാൻ ബാക്ക് എടുക്കാം. ആ ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് വീഡിയോ മോർണിംഗ് കിട്ടിയത്? അതാ ബാക്കിൽ ഇങ്ങനെ ഓരോരുത്തർ എന്താ കടലോ
ഡെസ്ട്രോ കത്തിപ്പോയെന്നാ പറഞ്ഞത്. രണ്ട് സംശയം. ഡെസ്ട്രോ ഡേയ് എല്ലാരും അണ്ണനെ പിടിച്ച എങ്ങനെ? ഡെസ്ട്രോ കേറാ അണ്ണാ വാറെന്തായി ജയിച്ചോ? പിന്നെ നമ്മളൊരു വാറിന് പോയി ജയിക്കാതെ വരുവോടാ. അത്രേ ഉള്ളൂ. പോയിട്ടോ. അണ്ണ ഈ ഗാങ് ഹൗസ് കണ്ടിട്ട് എനിക്ക് രണ്ട് സംശയം. നിന്റെ സംശയങ്ങൾ എന്തൊക്കെയാ ചോദിക്കേ? ഒന്ന് ആടെ ഗോഡ് ഫാദർ എഴുതിയ ആടെ അടിയിലുള്ള പെട്ടില്ലേ, അത് മരിച്ചവർക്ക് വേണ്ടി വെക്കണല്ലേ? രണ്ടാമത്തെ സംശയം, എല്ലാരും തീനെ പേടിച്ച് പോയപ്പോ റാംബോ സൈഡിലൂടെ പോയപ്പോ റാംബോ കുണ്ടി അയിമ വരുത്തി, എന്നിട്ട് തീ പിടിച്ചില്ല. എടാ അത് തീയില കുറച്ചു നേരം നിന്നാ മാത്രം തീ പിടിക്കുള്ളൂ, മനസ്സിലായ? പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. ആരാ ഗോഗോ പോവാന്ന് പോയത്.